നമസ്കാരം. ഞാൻ എന്തുകൊണ്ട് ഇവിടെ എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നടൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ. എന്നാൽ ഇപ്പോൾ ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ ആദ്യമായി അവതാരകനാകുന്നു മാതൃഭൂമി ന്യൂസിലൂടെ. നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു ഈ ബസ്, മാതൃഭൂമി ന്യൂസിന്റെ വിനോദ വാർത്ത. കമ്മത്ത് സഹോദരന്മാർ 25-നെത്തും. മമ്മൂട്ടി ദിലീപ് ചിത്രം കമ്മത്താൻ കമ്മത്താണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നത്. കാര്യസ്ഥന് ശേഷം തോംസൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ഉദയകൃഷ്ണ, സെബി കെ തോമസ്. കാർത്തിക നായർ, റീമ കല്ലിങ്കൽ, നരേൻ എന്നിവരാണ് മറ്റു വേഷങ്ങളിലെത്തുന്നത്. തമിഴ് നടൻ ധനുഷ് ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നത് ആൻഡോ ജോസഫാണ് നിർമ്മാതാവ്. കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത മുതലാളി നമ്മളുടെ സേട്ടനാണ് രാജരാജ കമ്മത്ത്. ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞങ്ങൾ കമ്മത്ത് സഹോദരന്മാർ നേരിട്ട് മാതൃഭൂമി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. എന്റെ കൂടെ ഞാനും ദിലീപ്. നമസ്കാരം. കമ്മത്ത് ഹോട്ടൽ തുടങ്ങാൻ കാരണം എന്താണ്? ഈ സിനിമയില് ഒരു കഥ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ വരുന്ന സഹോദരന്മാരിൽ നിന്നാണ്. പാലക്കാട് വന്നിറങ്ങുന്ന 2 സഹോദരന്മാർ. അപ്പോ ഈ ഭക്ഷണമില്ലാണ്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റൂലല്ലോ. അതില്ല, ഭക്ഷണമില്ലാണ്ട് റെസ്റ്റോറന്റ് തുടങ്ങാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു സത്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നിറങ്ങുകയും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വന്നിറങ്ങുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് കഥയുടെ തുടക്കം. അങ്ങനെയാണ് കഥ പോകുന്നത്. അതാണ്. അതിൽ താങ്കൾ അഭിനയിക്കുന്നത് ചേട്ടനായിട്ടാണോ അനിയനായിട്ടാണോ? ഈ 2 പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്ത് സഹോദരന്മാരിൽ താങ്കൾ മൂത്ത സഹോദരൻ. പ്രായം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേട്ടനായിട്ടാണ് അഭിനയിക്കേണ്ടത്. പക്ഷെ കാഴ്ചക്ക് കുറച്ച് ഒരു ഇതായതുകൊണ്ട് ഞാൻ അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്. ഈ മൂത്ത സഹോദരൻ കമ്മത്തായിട്ട് അഭിനയിക്കുന്ന ശ്രീ മമ്മൂട്ടി താങ്കളുമായിട്ട് സിനിമ ഞങ്ങള് വളരെ അടുപ്പത്തിലാണ്. നല്ല സൗഹൃദമുള്ള ആളാണോ? തീർച്ചയായിട്ടും ഞങ്ങളൊരു നല്ല സഹോദരൻ. ശ്രീ മമ്മൂട്ടി വളരെ ഗൗരവക്കാരനാണ്, സാധാരണ ആളുകളോട് വളരെ പരുഷമായി പെരുമാറുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അതൊക്കെ ഗോസിപ്പാണ്. അത് വെറുതെ ആളുകൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ. താങ്കൾ മിസ്റ്റർ മമ്മൂട്ടിയായിട്ട് വളരെ ചിരകാലമായ ഞാൻ എന്റെ സിനിമ ഞാനൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ ആദ്യം കാണുന്ന ഇടയിലൊന്നും ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം മമ്മൂട്ടി എപ്പോഴാണ് കാണുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ഈ മമ്മൂക്കയ്ക്ക് ഭയങ്കര കുഴപ്പമാവും. അങ്ങനെ ഒരു നിശ്ചിതമായിട്ട് അതല്ല, സമയം പറയണ്ട. ഞാൻ ആദ്യമായിട്ട് എന്റെ ഗ്രാമത്തിൽ ഷൂട്ടിംഗ്, അസമയത്തല്ല പകൽ സമയത്താണ് കണ്ടത്. ഒരു ഷൂട്ടിംഗ് സമയത്ത് പകല് ഞാൻ സ്കൂളൊക്കെ വിട്ടു വന്ന സമയത്താണ് കാണുന്നത്. സ്കൂളിലായിരുന്നു. അല്ല, സ്കൂള് പഠിക്കാൻ താങ്കൾ അങ്ങനെ ഏത് ക്ലാസ്സാന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും പഠിക്കണമെങ്കിൽ താങ്കൾ ഒരു നല്ല വിദ്യാർത്ഥി ആയിരുന്നിരിക്കുമോ എന്ന ചെറിയ സ്കൂളുണ്ട്. ഞാൻ കോളേജൊക്കെ പോയിട്ടുണ്ട്. അല്ല, ഈ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്ത് താങ്കൾ സ്കൂളിലാണ് എന്ന് പറഞ്ഞു? അല്ല, സ്കൂളെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഈ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ അത് ഞാൻ ഏത് ക്ലാസ്സാന്ന് ഇവിടെ ഞാൻ പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളുണ്ടാവും. ഞങ്ങൾ തമ്മിൽ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ഈ കമ്മത്തുന്ന സിനിമയിൽ നിങ്ങൾ അദ്ദേഹമായിട്ട് അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? നല്ല ഒരു എന്താ പറയണത്, ശരിക്കുള്ള ചേട്ടനനിയന്മാരുടെ ഒരു കെമിസ്ട്രിന്നോ ഫിസിക്സിന്നോ അരിത്തമാറ്റിക്സിന്നോ. വളരെ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, ഈ നടീനടന്മാർ തമ്മിൽ എന്ത് കെമിസ്ട്രിയാണ് ഉണ്ടാവുന്നത്? എനിക്കൊന്ന് മനസ്സിലാവുന്നത് ഒരു സ്നേഹത്തിന്റെ വിഷയമാണ്. പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ. ഹായ് സുന്ദരി നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി, എന്റെ നെഞ്ചോട്ടൊട്ടടി തൊട്ടാ സൊക്കണ തക്കാളി പഴമേ. പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ. സിനിമയ്ക്ക് പുറത്തുള്ള സഹോദരബന്ധം തന്നെയാണ് സിനിമയ്ക്കകത്തും പ്രതിഫലിക്കുന്നത്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഈ അടുപ്പവും സ്നേഹവും ഒരുപാട് കാലമായിട്ടുള്ള ഒരു ഏട്ടനിയം ബന്ധം
ശരിക്കുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ സഹോദര ബന്ധം സിനിമയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ സീനിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകനേക്കാൾ കൂടുതൽ ഈ സിനിമ രസിച്ച് ആണ് നമ്മൾ അഭിനയിച്ചത്. ആ ഒരു രസം പ്രേക്ഷകനിലേക്ക് പോരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സീനിലും അങ്ങനെ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമ്മൾക്കും അഭിനയത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കമ്മത്ത് എന്ന് പറയുന്ന സിനിമ ഒരു പ്രത്യേക കമ്മത്ത് ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർ കൊങ്കണി സംസാരിക്കുന്നു, കൊങ്കണി അവരുടെ മലയാളം സംസാരിക്കുന്നു. അത് മലയാളം കലർന്ന കൊങ്കണി ഭാഷയാണോ കൊങ്കണി കലർന്ന മലയാളം ഭാഷയാണോ നിങ്ങൾ ഈ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ശരിക്കും കൊങ്കണി ഇപ്പൊ അതിന്റെ ലിപി തന്നെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അതെ. ഇതില് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കൊങ്കണി ഭാഷ സംസാരിച്ച് ശീലിച്ച ആളുകൾ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ കൊങ്കണി ഭാഷയുടെ ഒരു സ്വാധീനം ഉണ്ടാകും. അപ്പോൾ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ടോണിലും കൊങ്കണി ടോണിലുമായിരിക്കും സംസാരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? ഞാൻ ഇടയിൽ എന്തൊക്കെ പറയാൻ വന്നു, പക്ഷെ അതൊക്കെ വിട്ടുപോയി, ഗ്യാപ്പ് തന്നില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊങ്കണി ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത് കൊങ്കണി ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ പരസ്പരം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരിക്കും. കാരണം കൊങ്കണി ഭാഷ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ കൊങ്കണി കലർന്ന മലയാളം മറ്റു അവസരങ്ങൾ സംസാരിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? ഇത് ഞാൻ പറയാണ്ട് എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? പറയൂ. സംഭവം അത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊങ്കണി ഭാഷ ഞാനും മമ്മൂക്കയും തമ്മിൽ ചേട്ടൻ അനിയനെ സംസാരിക്കുന്നത് കൊങ്കണി ഭാഷ വീട്ടില്. അതല്ലാതെ അത് തന്നെ നമ്മൾ സബ് ടൈറ്റിലാണ് കാണിക്കുന്നത്. അത് ജനങ്ങൾക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാനാണ് നമ്മൾ മലയാള പണ്ടത്തെ കൊങ്കണി ആളുകള്. നിങ്ങൾ കൊങ്കണി ഭാഷ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറായി പഠിച്ചിട്ടുണ്ടോ, അതോ കൊങ്കണി നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്താണ് അതിന്റെ? ഇല്ല, നമ്മൾ കൊങ്കണി ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഗമ്മത്ത് 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 ആണ് ഗമ്മത്ത് 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 ആണ് ഗമ്മത്ത് 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 അറിയാൻ കൊടുക്കടാ. സിനിമയുടെ പാട്ടുകളെ പറ്റി ചോദിക്കാം. ഈ സിനിമയിൽ എത്ര പാട്ടുകളുണ്ട്? ഈ സിനിമയിൽ നിങ്ങൾ എത്ര പാട്ട് പാടുന്നുണ്ട്? ഈ സിനിമയിലെ പാട്ട് എഴുതിയതാരാണ്? അതിന്റെ സംഗീത കൊടുത്തിരിക്കുന്ന ആരാണ്? ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്? ഏതൊക്കെ രംഗങ്ങളിലാണ് പാട്ട് വരുന്നത്? ആരൊക്കെയാണ് പാട്ടിന്റെ രംഗങ്ങളിൽ വരുന്നത് എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞല്ലേ, മനസ്സിലായോ? ഇതില് 4 സോങ് ആണ്. ശരി. അതില് മൂന്നാമത്തെ സമയപരിമിതി സന്തോഷ് വർമ്മയുടെ ലിറിക്സിന് എം ജയചന്ദ്രന്റെ സംഗീതമാണ് ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ഇതില് എനിക്ക് മാത്രമായിട്ട് ഞാനും കാർത്തികയും തമ്മിലുള്ള ഒരു സോങ്, അതിന് ഞങ്ങളെ സഹായിക്കുന്ന മമ്മൂക്കയുടെ, അതൊക്കെ ഞാൻ സിനിമയിൽ കാണിക്കുന്നതാണ്. മമ്മൂക്ക ഞാൻ ഇടപെടുകയാണ്. ദിലീപ്, ഈ പടത്തിലെ സോങ് കാണാം. ദോശ നല്ലൊരു ദോശ വേണം, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ വാശിയോടെ വയറുപാടും. ദോശ തിന്നാൻ ആശയുണ്ടോ, എരിനന 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 എരിനനോ എരിനന 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 എരിനനോ. ഒരു നല്ല റിതമിട്ട് കൊടുക്കും. ഈ മനോഹരമായ ഗാനം എവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഇത് എറണാകുളത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെ, അവിടെ വലിയ സെറ്റ്. ഇടപെട്ടോട്ടെ. നമ്മുടെ ഈ ദിലീപിന്റെ നായികയായിട്ട് അഭിനയിച്ച കാർത്തിക നായർ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം കാർത്തിക നായർ. കമ്മത്തിൽ അഭിനയിക്കുന്നത് അല്ലേ? കമ്മത്തിൽ നിങ്ങളുടെ നായികയാണ്, പ്രധാന നായികയാണ്. എന്തു തോന്നി ശ്രീ ദിലീപിന്റെയും ശ്രീ മമ്മൂട്ടിയുടെയും കൂടെ അഭിനയിച്ചപ്പോൾ? എന്തു തോന്നി? അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? Of course, nervousness കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പടത്തിൽ മുഴുവൻ നെർവസ് ആയിരുന്നു? അങ്ങനെ അല്ല, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അഭിനയിക്കുന്നത് സമയം കിട്ടിയില്ല. നിങ്ങൾ എപ്പോഴും എക്സൈറ്റ്മെന്റും നെർവസ്നെസ്സും ഒരു ഗ്യാപ്പ് കൊടുത്താൽ ഇടപെടരുത്. ഫുൾ ടൈം നെർവസ്നെസ്സും എക്സൈറ്റ്മെന്റും കൊണ്ട് അഭിനയിക്കാൻ സമയം കിട്ടിയില്ല എന്നാണ്. അത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്ത് കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത് ഈ സിനിമയിൽ? അല്ല, അതെന്തറിയോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒന്ന് കട്ടിയണേ. എന്താ പറയാ? നിങ്ങൾ പറയൂ. ഒരു ന്യൂസാണ്, ഇവിടെ ന്യൂസ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ലൈവ് ന്യൂസ് പോവുകയാണ്. നിങ്ങൾ ഇന്റർഫ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകും. അത് എന്തറിയോ, നമ്മളുടെ സിനിമയിൽ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ അത് കഥാപാത്രത്തെ കുറിച്ചിട്ട് ഒന്നാമത് പുതിയ കുട്ടിയാണ്, സസ്പെൻസ്. അപ്പൊ ഒരു കാര്യം, ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന്റെ സസ്പെൻസ് ഉണ്ട്. അത് വെളിയിൽ പുറത്തു പറയാൻ ഈ ചരിത്രത്തിലെ ഒരു പ്രധാന നായകന്മാരിൽ ഒരാളായ ശ്രീ ദിലീപ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കാർത്തികയുടെ വിശേഷങ്ങളിലേക്ക്. കാർത്തിക ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു അനുഭവം? അതൊന്ന് വിശദീകരിക്കാം. അത് പോയ ഉടനെ ഞാൻ മമ്മൂക്കിനെ കണ്ടു, ഉടനെ മീശ വിരിച്ച് കാണിച്ചു, പിടിച്ചുപോയോ?
അങ്ങനെ പറയരുത് നിങ്ങൾ മമ്മൂക്കനെ. അല്ല, നമ്മൾ കേട്ടിരിക്കുന്നതിനെ പറ്റിയാണ് മിസ്റ്റർ മമ്മൂട്ടി ഭയങ്കര ഗൗരവക്കാരനാണ്, ആളുകളോട് പെരുമാറുന്നതിൽ വളരെ പരുഷമായിട്ടുള്ള ഒരാളാണ്, വളരെ അരഗന്റ് ആയിട്ടുള്ള ദിലീപ് പ്രേക്ഷകൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെയാണ് ഒരു ഗൗരവം വേണം, ഗൗരവം ബട്ട് അദ്ദേഹത്തിന് അറിയാം ആറിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരിക്കണം. സോ വിത്ത് കൊളീഗ്സ്, കോസ്റ്റാർസ്, ഹി ഈസ് വെരി ഫ്രണ്ട്ലി. ഞാൻ ഇതുവരെക്കും അഭിനയിച്ച മോസ്റ്റ് യങ്സ്റ്റ് ആൻഡ് ജോളിയസ്റ്റ് കോസ്റ്റാർ ആയിരുന്നു. ആൻഡ് ദിലീപ് രണ്ടുപേരും യങ്ങസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, യൂത്ത് ബൈ ഹാർട്ട്. കുമാരി കാർത്തിക മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു. ഒരിടവേള. പോപ്പിൻസിന് ശേഷം വി കെ പ്രകാശ് ഒരുക്കുന്ന നെത്തോലി ചെറിയ മീനില്ല എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഫഹദ് ഫാസിൽ, കമാലിനി മുഖർജി എന്നിവരാണ് പ്രധാന വേഷത്തിൽ. ഫഹദ് ഫാസിൽ, ഇത് മാതൃഭൂമി ഇ ബസ് ന്യൂസിൽ നിന്നാണ്. സ്വാഗതം. താങ്ക് യു സോ മച്ച്. താങ്കളുടെ നെത്തോലി ചെറിയ മീനല്ല എന്ന ചിത്രത്തിനെ പറ്റി ചോദിക്കാനാണ്. ഈ ചിത്രത്തിന് ചെറിയ മീനല്ലാതാകാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കമ്മത്തും വന്നുകൊണ്ട് മാത്രം ചെറിയ മീനല്ലാതായതാണ്. ഇല്ല, താങ്കളുടെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ എവിടെയാണ് ഷൂട്ടിംഗ്? എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഓ, ശരി. ഓക്കെ. അപ്പൊ എല്ലാ വിജയങ്ങളും നേരുന്നു. നമ്മളിപ്പോൾ ലൈനിലുണ്ടായിരുന്ന ഫഹദ് ഫാസിലാണ്. അദ്ദേഹം കോഴിക്കോട് റെഡ് വൈൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം നേടിയ ഷട്ടർ തിയേറ്റർ റിലീസിനൊരുങ്ങുന്നു. ജോയ് മാത്യുവിന്റെ പ്രഥമ സംവിധാന സംരംഭമാണിത്. ലാൽ, ശ്രീനിവാസൻ, വിനയ് ഫോർട്ട് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അന്ന് പോയ ബാഗിന്റെ കാര്യം എന്തായി? അത് കിട്ടിയാ പോയാ? ബാഗ് കിട്ടി. ആ, ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട്ടത്തെ ഓട്ടോക്കാരൊക്കെ ഒരുവിധം മര്യാദക്കാര്. ഗൾഫിൽ നിന്നെത്തുന്ന പ്രവാസി മലയാളികളുടെ കഥയാണ് ചിത്രം. ഷഹബാസ് അമാനാണ് ഗാനങ്ങൾക്ക് ഈണം പകർത്തുന്നത്. സംവിധായകൻ രജിന്റെ പുതിയ വിതരണ കമ്പനിയായ ഗോൾഡ് കോയിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ആണാ? മലയാളത്തില് ആ പഴയ സ്റ്റൈലൊന്നും ഇനി നടക്കത്തില്ല. പുതിയ കുറെ പിള്ളേരിറങ്ങിയിട്ടുണ്ട്, നല്ല കിടിലനാ. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, ഈ സബ്ജക്ട് അത് നല്ല സ്ട്രോങ് ആയാ മതി. സാറിനറിയാലോ, ഈ കാക്കിക്കുള്ളിലെ കലാഹൃദയല്ലേ? അറിയാം തന്നെ. സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ നമ്മളോട് ലൈനിലുണ്ട്. ശ്രീ രഞ്ജിത്ത്, നമസ്കാരം. സംവിധാനം, തിരക്കഥ, അഭിനയം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വിതരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതായിട്ട് അറിയുന്നു. താങ്കളാണ് ഷട്ടർ എന്ന ചിത്രം താങ്കളുടെ ഗോൾഡ് കോയിൻ എന്ന കമ്പനിയിലൂടെ റിലീസ് ചെയ്യുന്നെന്ന് അറിയുന്നു. ആശംസകൾ. താങ്ക് യു. അത് പൂർണ്ണമായും ശരിയല്ല. ഈ ഷട്ടർ എന്ന് പറയുന്നത് എന്റെ പഴയ സുഹൃത്തായ ശ്രീ ജോയ് മാത്യുവിന്റെ ഒരു പ്രഥമ സംവിധാന സംരംഭമാണ്. ഷട്ടർ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് പ്രേക്ഷകരുടെ അവാർഡ് ലഭിച്ച സിനിമയാണ്. പലപ്പോഴും ഇത്തരം സിനിമാ സംരംഭങ്ങള് വേണ്ട രീതിയിൽ തിയേറ്ററിൽ എത്താറില്ല എന്നുള്ളതാണ് ഒരു ദയനീയമായ കാര്യം. ഷട്ടറിന്റെ കാര്യത്തില് ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് എന്റെ വിതരണ കമ്പനി എന്ന് പറയുന്നത് പറ്റില്ല. 4 സുഹൃത്തുക്കൾക്കൊപ്പം ഞാനുമുണ്ട്. അതൊരു ഇങ്ങനൊരു ശ്രമമാണ്. ഇങ്ങനെ സിനിമകളെ ഏതായാലും അതിന്റെ പിന്നിലുള്ള വികാരം താങ്കളാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പുതിയ ചലച്ചിത്ര സംരംഭങ്ങൾക്ക് താങ്കളുടെ സഹായവും പിന്തുണയും എപ്പോഴും ഉണ്ടാകും. എന്താണ് അടുത്ത ചിത്രം? അതിനുമുമ്പ് ഇതുകൂടെ ഒന്ന് പൂർത്തിയാകട്ടെ. ഫെബ്രുവരി 22-ാം തീയതി 7 ആർട്സ് ഇന്റർനാഷണലും ഈ ഗോൾഡ് കോയിൻ എന്ന് പറയുന്ന പുതിയ സംരംഭവും ചേർന്നാണ് ഷട്ടർ തിയേറ്ററിൽ എത്തിക്കുന്നത്. ശരി. എന്നും ഇത്തരം പുതിയ സംരംഭങ്ങളെ ആശീർവദിച്ച് ശീലമുള്ള മമ്മൂക്കയുടെ എല്ലാ സഹകരണവും ഇതിനൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായും സിനിമയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയും എല്ലാ സംരംഭങ്ങൾക്കും
ഞാൻ എന്നും രഞ്ജിത്തിന്റെ പിന്നിലുണ്ടാവും. ഞാൻ താങ്കൾക്ക് എപ്പോഴും എന്റെ പിന്തുണയും പ്രോത്സാഹനമുണ്ട്. അത് എന്നും വിശ്വസിക്കാം, ഇനിയും ഉണ്ടാവും. എന്താണ് അടുത്ത ചിത്രം? അടുത്ത ചിത്രം ഉണ്ണിയാറിന്റെ പ്രസിദ്ധമായ കഥയിലാണ്. ലീല. ഇനി പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. പറഞ്ഞോളൂ. ആ കഥ ഇതിനകം തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് DC ബുക്സ് പുസ്തകമൊക്കെ ചെയ്തപ്പോഴും സാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു കഥയായിരുന്നു ലീല. അപ്പൊ അത് സിനിമയാക്കുന്നു എന്ന് അറിഞ്ഞത് തൊട്ട് ഞാൻ അറിഞ്ഞും അറിയാതെയും തന്നെ അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ മാധ്യമങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പലരും യാഥാർത്ഥ്യമാവുന്നു എന്ന് പറയുന്ന ഈ സമയത്ത് പറയാനുള്ളത് അതിലെ കുട്ടിയപ്പൻ എന്ന് പറയുന്ന കുട്ടിയപ്പനെ പ്രൊട്ടഗോണിസ്റ്റ് എന്നോ അന്റഗോണിസ്റ്റ് എന്നോ വിളിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂക്കയാണ്. ഓ, വളരെ സന്തോഷം. ശ്രീ മമ്മൂട്ടിയാണ് കുട്ടിയപ്പനെ അവതരിപ്പിക്കുന്നത്. മര്യാദക്കാര്. ഏതായാലും ലീലയ്ക്കും താങ്കൾക്കും താങ്കളുടെ പുതിയ കമ്പനിക്കും എല്ലാ ആശംസകളും നേരുന്നു. മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്യുന്ന ABCയുടെ ചിത്രീകരണം പൂർത്തിയായി. ദുൽഖർ സൽമാൻ, അപർണ ഗോപിനാഥ്, ജേക്കബ് ഗ്രിഗറി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മാർട്ടിൻ, ഹലോ, ഏതാണ് പുതിയ പടം? ABCD. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ? ഷൂട്ടിംഗ് പൂർത്തിയായോ, ആരംഭിച്ചോ? മലയാളത്തിലെ യുവ സൂപ്പർ താരമാണ് നമ്മുടെ സിനിമയുടെ നായകൻ. അതാരാണാവോ? ദുൽഖർ സൽമാൻ. ഓ, ശരി. ദുൽഖർ സൽമാൻ അറിയില്ലല്ലേ? അറിയാം, എന്റെ വീട്ടിലുള്ള ഒരാളാ. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? കേരളത്തിലെ ഷെഡ്യൂൾ കഴിഞ്ഞു. നമുക്കിപ്പോ ഇനി എവിടെയാണ് ബാക്കിയുള്ളത്? ഇനി നമുക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലും ഷിക്കാഗോയിലും ആണ് ബാക്കി ചിത്രീകരിക്കാനുള്ളത്. അതെപ്പോഴാണ് നടക്കുന്നത്? നമ്മളതിന്റെ ലൊക്കേഷൻ പോയി കണ്ടോ? അവിടെ ഇപ്പോഴത്തെ അമേരിക്കയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പൊ വളരെ തണുപ്പും മഞ്ഞുള്ള സമയമാണ് അല്ലേ? അതെ, 3-3:30 ആകുമ്പോഴത്തേക്കും ഡേ ലൈറ്റ് പോകും. അതുകൊണ്ട് നമ്മൾ മാർച്ച് 10 കൂടിയാണ് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി. ABCയുടെ വാർത്തകൾ ഞങ്ങളുമായി പങ്കുവച്ച് ശ്രീ മാർട്ടിൻ പ്രക്കാടിന് നന്ദി. വിനോദരംഗത്തെ പുത്തൻ വാർത്തകളുമായി ഈ ബസ് വീണ്ടും നാളെ പ്രേക്ഷകരുടെ മുന്നിലെത്തും. കാത്തിരിക്കുക. ഇനി മാതൃഭൂമി ന്യൂസിൽ ന്യൂസ് at 9. This is Mammootty signing off.